ഹലോ, നമസ്കാരം. ഈ വിദ്യാഭ്യാസമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ വേണം, വളരെ നല്ലതാണ്. പക്ഷെ വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഏ കൂട്ടത്തിൽ ബുദ്ധി കൂടി വേണ്ടേ? ഞാനാ പറഞ്ഞതിൻ്റെ അർത്ഥം ആളുകൾക്ക് ബുദ്ധി ഇല്ല എന്നല്ല, എല്ലാവർക്കും ബുദ്ധിയുണ്ട്. പക്ഷെ ഉണ്ടായതുകൊണ്ട് മാത്രം പ്രയോജനമുണ്ടോ? അത് ഉപയോഗിക്കും കൂടിയും വേണ്ടേ, എന്നാലല്ലേ ഗുണമുള്ളൂ. അനാവശ്യമായ ദേഷ്യം, അനാവശ്യമായ ഇടപെടലുകളും വള്ളിപിടുത്തങ്ങളും, അനാവശ്യമായ ഈഗോയും ഇതൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാക്കി തരത്തുള്ളൂ. ബുദ്ധിയുള്ള ആൾക്കാർ ഇത് മനസ്സിലാക്കിയിട്ടേ ലൈഫിൽ മുമ്പോട്ട് പോവുള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമുക്ക് തീരെ ദേഷ്യം ഉണ്ടാവാൻ വേണ്ടി പാടില്ല, ഒന്നിലും ഇടപെടരുത്, അല്ലെങ്കിൽ തീരെ ഈഗോ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയൊന്നുമല്ല, നമ്മൾ മനുഷ്യന്മാരാണ്, ഇതൊക്കെ ആക്ച്വലി ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് പോവാതെ ഇങ്ങനെ കൊണ്ടുപോകണം. അതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുഴിയിൽ ചാടും. ഒരു ഇൻട്രോ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം, ഈ ഒരു പെർട്ടിക്കുലർ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല, പൊതുവേ പറഞ്ഞതാണ്. ഇനി ഈ ഒരു വിഷയത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്താണ് ആ ലേഡി ചെയ്തത്? ആ പൂക്കളുടെ പുറത്ത് കയറി നിൽക്കുന്നു, ആ പൂക്കൾ കാലും കൊണ്ട് തട്ടി മാറ്റുന്നു. ആ ഒരു ആക്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് അവരോടൊരു വല്ലാത്ത ദേഷ്യം തോന്നുക എന്നുള്ളതിനെക്കാട്ടിലും ഉപരി, ദേഷ്യമൊക്കെ വേറെ മാറ്റർ, അതൊക്കെ ദേഷ്യം തോന്നുക എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഉപരി, ഇവരെന്ത് മാങ്ങാത്തുലിയാണ് ഈ കാണിക്കുന്നത്? വാട്ട് ഈസ് യുവർ ആക്ച്വൽ പ്രോബ്ലം? ഇങ്ങനൊരു തോന്നലാണ് എനിക്ക് പേഴ്സണലി ഉണ്ടായത്. കഷ്ടം തോന്നി. ഈ പൂക്കളൊക്കെ ഇടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല, അതൊന്ന്. പിന്നെ ഈ അതൊക്കെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമല്ലേ, എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് പൂക്കളൊക്കെ ഇടുക. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഒരു സന്തോഷം, ആ ഒരു മൊമെൻറ്റിൽ എൻജോയ്മെൻറ്റ്, അല്ലെങ്കിൽ അതൊരു പ്രത്യേക വൈബാണ്. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഈ ഓണാഘോഷമൊക്കെ വരുന്ന സമയത്ത് ഈ പൂക്കൾ കളക്ട് ചെയ്യുക, നമ്മളെല്ലാവരും കൂടിയും പോയിട്ട് പൂക്കൾ വാങ്ങുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് സ്കൂളിലേക്ക് പോവും. അത് ഈ ഒരു പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യുന്നൊരു പരിപാടിയാണ്. എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞ് പൂക്കളൊക്കെ ഇട്ട് ഇടയിൽ വായ നോക്കലും പരിപാടികളൊക്കെ ഒരു സൈഡിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ടാവും. അതൊരു വേറെ വൈബാണെന്നേ. മൊത്തത്തിൽ അതൊരു സന്തോഷ വൈബാണ്. അപ്പോൾ ആ ഒരു വൈബിനെ ഭയങ്കരമായിട്ട് ടാർണിഷ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു വൈബ് ഇല്ലാതാക്കുന്നൊരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നത് വളരെ വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. അതാ ഞാൻ വീണ്ടും പറയുന്നത്, ആ ഒരു ആക്ട് കണ്ട സമയത്ത് ആ പർട്ടിക്കുലർ ലേഡിയോടൊരു ദേഷ്യം തോന്നുക എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഉപരി എനിക്ക് സത്യത്തിൽ കഷ്ടം തോന്നുകയാണ് ചെയ്തത്. അതൊരു മൊമെൻറ്റിനെ സ്പോയിൽ ചെയ്യുക, അല്ലെങ്കിൽ അത്രയും എല്ലാവരും ഒത്തൊരുമിച്ചിരുന്നിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ആ പൂക്കളൊക്കെ ഇട്ടതിനെ അങ്ങ് സ്പോയിൽ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് അങ്ങ് സ്പോയിൽ ചെയ്തു അവർ, വളരെ സിമ്പിളായിട്ട് സ്പോയിൽ ചെയ്തു. അതൊക്കെ ഓരോ ആൾക്കാരുടെ ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ ആ സമയത്ത് തോന്നുന്ന ഒരു ദേഷ്യത്തിൽ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി കണ്ടില്ലേ. അതിപ്പോൾ അവർ നിന്ന ആൾക്കാരത് ഷൂട്ട് ചെയ്തു, അത് പബ്ലിക്കിലേക്ക് വന്നു, അത് വൈറലായി. ഇപ്പം അവർ ചെയ്ത ആ ഒരു പൊട്ടത്തരത്തിനുള്ള ക്രിറ്റിസിസം അവർ ഏറ്റുവാങ്ങുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പം തോന്നുന്നൊരു ദേഷ്യത്തിൽ ചെയ്യുന്നൊരു കാര്യം അതൊരു വള്ളിയായി മാറി. ഇപ്പോൾ ആകെ നാണക്കേടായില്ലേ. ഇനിയിപ്പോൾ ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു, ഇനിയിപ്പോൾ അവരെ കാണുന്ന സമയത്ത് ആൾക്കാർ ഒബ്വിയസ്ലി ആ ഒരു രീതിയിലേ കാണുള്ളൂ, ഒരു ജഡ്ജ്മെൻറ്റിലാവും. ഇനി ലൈക്ക് ഇത് അവർ ആ സ്ത്രീയല്ല, ഈ സ്ത്രീയല്ല, അങ്ങനെ ചെയ്ത ഒരാളല്ല എന്നുള്ള രീതിയിൽ ഒരു ജഡ്ജ്മെൻറ്റിലാവുകയാണ് ആക്ച്വലി ചെയ്യുക. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, അതിനെക്കുറിച്ച് എന്ത് പറയാനാണ്. പിന്നെ ഞാൻ കുറച്ചു നേരം മുമ്പ് അവരുടെ എന്തൊക്കെയോ വോയിസ് ക്ലിപ്സും, അല്ലെങ്കിൽ അവരിതിനെക്കുറിച്ചിട്ട് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ അത് കേട്ട സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് എന്താണ്, ഇവർ ഈ പൂക്കളത്തിൻ്റെ പൊക്കത്ത് കയറി നിന്ന് ആ പൂക്കളം കാലും കൊണ്ട് തന്നെ തട്ടി മാറ്റാൻ മാത്രമുള്ളൊരു കാരണം അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടിട്ട് എനിക്കത്ര ലൈക്ക് ഇങ്ങനൊരു ആക്ട് ചെയ്യാൻ മാത്രം ഒരു ദേഷ്യം തോന്നേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല കേട്ടോ. എൻ്റെ ഒരു പെർസെപ്ഷനാണ് ഞാൻ പറയുന്നത്. പിന്നെ അവരുടെ വീടിൻ്റെ മുമ്പിലൊന്നും അല്ലല്ലോ ഈ പൂക്കളം ഇട്ടിരിക്കുന്നത്, ആണാ? ഇപ്പം അവരുടെ വീടിൻ്റെ മുമ്പിലാണ് പൂക്കളം ഇട്ടിരിക്കുന്നത്, അവർക്ക് അത് കൂടെ പോകാൻ ബുദ്ധിമുട്ടുണ്ട്.
എന്താണ് അവരുടെ വീടിൻ്റെ മുമ്പിൽ ഇത് ഇടരുത്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർ ഈ പൂക്കളമൊക്കെ ഇട്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അറ്റ്ലീസ്റ്റ് അവർക്ക് അങ്ങനെ ദേഷ്യം തോന്നിയതിൽ ഒരു കാരണം ഉണ്ടെന്ന് എങ്കിലും വെക്കുക. ഇത് അവരുടെ വീടിൻ്റെ മുമ്പിലും അല്ല ഈ പൂക്കളം ഇട്ടിരിക്കുന്നത്, അവരെ ബാധിക്കുന്ന ഒരു മാറ്ററും അല്ല. ഇതിപ്പോൾ ആ പൂക്കളം അവിടെ അവരിട്ടിരിക്കണം, നല്ല ഭംഗിയിലിട്ടിരിക്കണം, അവരുടെ സന്തോഷം, അവർ താല്പര്യത്തോട് കൂടിയിട്ട് ചെയ്തൊരു എന്താണ് പറയുക ഒരു പരിപാടിയാണ് ആ പൂക്കളം എന്ന് പറയുന്ന ഒരു സംഭവം. അത് നമ്മളെ ബാധിക്കുന്നൊരു കാര്യമല്ല എന്നുണ്ടെങ്കിൽ ആ വഴി അങ്ങ് പോവുക, ആ വഴി നോക്കണ്ട പരിപാടി. അതാണ് ആ വഴി നോക്കിയിട്ട് അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അതാണ് വള്ളി പിടുത്തം. അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ വേറെ വല്ല പ്രശ്നങ്ങളുണ്ട്, വേറെ വല്ല ഈഗോ വിഷയമാണ്, അല്ലെങ്കിൽ വേറെ വല്ല എന്ത് തേങ്ങ കൊലയാണെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാതെ മറ്റേ വഴി കൂടെ പോകാനുള്ളൊരു മാർഗം ഉണ്ടല്ലോ. അവരുടെ ഒരു വഴി തടസ്സപ്പെടുത്തിയിട്ടൊന്നും അല്ലല്ലോ ഈ പൂക്കൾ ഇട്ടിരിക്കുന്നത്. പിന്നെ എന്താണ് വല്ല നിയമം, അവർ താമസിക്കുന്ന ആ ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെയോ അല്ലെങ്കിൽ എന്തോ ബൈലോ എന്ത് പുല്ലോ എന്തോ ആയിക്കോട്ടെ, ആ നിയമപരമായിട്ട് അങ്ങനെ ഇടാൻ വേണ്ടി പാടില്ല, അങ്ങനെ വല്ല സാധനം ഉണ്ടോ എനിക്ക് ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്, അങ്ങനെ വല്ലതും ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ദേഷ്യം തോന്നിയിട്ട് ഇതിങ്ങനെ പൂക്കളം കാലും കൊണ്ട് ചവിട്ടി മാറ്റി മൊത്തത്തിലൊരു സ്പോയിലറായി മാറിയിൽ നിന്ന് എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ മനുഷ്യന്മാരല്ലേ, സഹജീവികളല്ലേ, ഇതൊക്കെ ഒരു ഫെസ്റ്റിവലിൻ്റെ ഒരു ഭാഗമല്ലേ. ഇതിലൊക്കെ കയറി ഇങ്ങനെ പ്രൊവോക്ഡായി ഇങ്ങനെ ചെയ്യുന്നതിലൊക്കെ എന്ത് കാര്യമുള്ളത്? വെറുക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പം ഞാൻ ആ ലേഡിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, അനാവശ്യമായി ഓരോത്തിലേക്ക് കയറിയിട്ട് ഇടപെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി അപ്പം തോന്നുന്നൊരു ദേഷ്യത്തിൽ ഓരോന്നൊക്കെ പ്രവർത്തിച്ചിട്ട് ഒരു മറ്റുള്ളവരുടെ കണ്ണിലെ കരടായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഒരു വെറുക്കപ്പെട്ടവനോ അല്ലെങ്കിൽ വെറുക്കപ്പെട്ടവളോ ആയി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ആൻറ്റി സോഷ്യൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ ആക്ടിവിറ്റീസിലൊക്കെ ഭാഗമാവാൻ താല്പര്യമുണ്ടെങ്കിൽ ഭാഗമാവാം. ആരും എന്താ പറയുക, ഒരു കാരണമില്ലാണ്ട് ഒരാളെ അകറ്റി മാറ്റി നിർത്തത്തൊന്നുമില്ല. ഇനി അത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, ആരും നിർബന്ധിക്കൊന്നുമില്ലല്ലോ. ചെയ്യുന്ന ആൾക്കാർ ചെയ്തോട്ടെ എന്ന് വയ്ക്കണം. അതിൽ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ കയറിയിട്ടൊരു വിഷയം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതല്ലേ നല്ലത്. ഇത് വലിയ കണ്ടൻറ്റോ അല്ലെങ്കിൽ ഭയങ്കര സംഭവമായിട്ടൊന്നും അല്ലാട്ടോ ഞാനത് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സംഭവം രാവിലെ തൊട്ട് ഇങ്ങനെ ഒരു സാധനം വാർത്ത കാണുന്നു, അല്ലെങ്കിൽ എന്തോ കേസ് അവർക്കെതിരെ കേസ് എടുത്തു എന്നോ, പിന്നെ ഇങ്ങനെയൊക്കെ ഒരു സാധനം പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ ചെയ്യണ്ട വിചാരിച്ചതാണ്. പിന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ സ്കൂളും കോളേജും ഒക്കെ ഓർത്തുപോയി. എൻ്റെ ഓണ ആഘോഷവും പിന്നെ ഞങ്ങൾ രാവിലെ പൂക്കളിടാൻ വേണ്ടി പോകുന്നതും ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, പൂക്കൾ കളക്ട് ചെയ്യുന്നു, അതിനു വേണ്ടി പ്രിപ്പറേഷൻസൊക്കെ ചെയ്യുന്നു, ആദ്യം കളം വരയ്ക്കുന്നു, ആ ഡിസൈനൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ ഒരു പ്രോസസ്സാണ്. ഡിസൈൻ ഉണ്ടാക്കുക, കളം വരയ്ക്കുക, എല്ലാവരും ചുറ്റൂരെന്ന് തമാശയൊക്കെ പറഞ്ഞ് സന്തോഷമായി വായൊക്കെ നോക്കി സംസാരിച്ച് ഇരുന്ന് ആ ഒരു പ്രോസസ്സിൽ ഏർപ്പെടുക എന്നൊക്കെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, പൂക്കളിടുക എന്നൊക്കെ പറയുന്ന പരിപാടി. അതൊക്കെ ഒരു വൈബാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ലൈക്ക് നമ്മളങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ അതിൽ കയറി ഇൻ്റർഫിയർ ചെയ്ത് അവിടെ ഒരു മൂഡ് സ്പോയിൽ ചെയ്ത് ആ ഒരു പൂക്കളും ഡിസ്ട്രോയ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും? അല്ലെങ്കിൽ നമുക്ക് എന്തോരം ഒരു അലമ്പായിട്ട് ആക്ച്വലി തോന്നും. അപ്പം ഞാനിതൊക്കെ ചിന്തിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ തോന്നിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം. ദാറ്റ്സ് ഇറ്റ്. ഇപ്പം എനിക്ക് അവരെ സൈബർ അറ്റാക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും യാതൊരു ഇതുമില്ല. ബിക്കോസ് എനിക്ക് അവരെ വ്യക്തിപരമായിട്ട് അറിയത്തില്ല. അവർ എന്നെ ഒരു തരത്തിലും ബാധിക്കുന്നൊരു മാറ്ററേ അല്ല. അവർ വേറെ എവിടെ ഇരിക്കുന്ന ആൾ, ഞാൻ വേറെ എവിടെ ഇരിക്കുന്ന ആൾ. ഇപ്പം എനിക്ക് നിങ്ങളോടും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയാം. നിങ്ങളാരും അവരെ ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ അവരെ ഫോൺ വിളിച്ച് ചീത്ത പറയാനോ അല്ലെങ്കിൽ അവർക്ക് അക്കൗണ്ടോ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ ഈവൺ എൻ്റെ വീഡിയോൻ്റെ താഴെയോ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ താഴെ പോയിട്ട് അവരെ ചീത്തയോ തെറിയോ അങ്ങനെ ഒന്നും നിങ്ങളും വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരു ദേഷ്യം തോന്നേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്നും അങ്ങനെ ദേഷ്യം തോന്നി പ്രതികരിച്ച് നമ്മൾ സ്വയം താഴേക്ക് പോകേണ്ട ആൾക്കാരല്ല. അല്ലെങ്കിൽ നമ്മുടെ വില കളയേണ്ട കാര്യമില്ല. നമുക്കൊരു ക്വാളിറ്റി ഇല്ലേ, നമ്മുടെ ഒരു ചിന്താഗതി ഇല്ലേ, നമുക്ക് നമ്മുടേതായൊരു നിലവാരം ഇല്ലേ. നമ്മൾ അത് കീപ്പ് ചെയ്തുകൊണ്ട് വേണം എന്ത് കാര്യത്തെയും റിയാക്ട് ചെയ്യാനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പണ്ട് ഞാനും ഈ പറഞ്ഞ ആവശ്യമില്ലാത്ത വള്ളിപിടുത്തങ്ങളും
അല്ലെങ്കിൽ അനാവശ്യമായ ദേഷ്യവും കാര്യങ്ങളും അത് പ്രകടിപ്പിക്കുന്ന ഒരു രീതിയൊക്കെ എനിക്കും ആക്ച്വലി ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് തന്നെ ദോഷം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ സമയത്ത് ഞാൻ കുറേയൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി. കുറേയൊക്കെ ഞാനത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഞാനിപ്പോൾ ശാന്തതയുടെ പാതയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവർ ചെയ്തത് തെറ്റാണ്. അവർ ചെയ്തത് 100% തെറ്റാണ്. അതിനെ നമുക്ക് മാന്യതയുടെ ഭാഷയിൽ ക്രിട്ടിസൈസ് ചെയ്യാം. പബ്ലിക്കിൽ വന്നൊരു സംഭവമായതുകൊണ്ട് നമുക്കതിനെ മാന്യതയുടെ ഭാഷയിൽ ക്രിട്ടിസൈസ് ചെയ്യാം. അങ്ങനെ അവർ ആ ഒരു ആക്ട് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ദേഷ്യം തോന്നാം. പക്ഷെ അത് കൺട്രോൾ ചെയ്ത് വയ്ക്കുക. അവരെ തെറി വിളിക്കാനോ ചീത്ത വിളിക്കാനോ പോയി കഴിഞ്ഞാൽ അതൊന്നും അവരെ ബാധിക്കുന്നൊരു മാറ്ററല്ല. അവരെ ഇതൊന്നും കേൾക്കാൻ അവരെ ബാധിക്കുന്നൊരു മാറ്ററല്ല എന്ന് മാത്രമല്ല, നമ്മളിതൊക്കെ അവർ ചീത്തയും തെറിയൊക്കെ വിളിച്ചിട്ട് നമ്മൾ സ്വയം തരം താഴെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ക്വാളിറ്റിയിൽ നിന്ന് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി പാടില്ല. ഓക്കെ, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടൊരു കാര്യമാണ്. സോ ഇത്രയ്ക്കൊക്കെ എനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ളൂ. ഈ ടോപ്പിക്കിലൊക്കെ ഇത്ര വർത്താനം മതി, ഇത് തന്നെ ജാസ്തിയാണ്. അപ്പോൾ ഓക്കെ, എന്നാൽ ഞാൻ പറഞ്ഞത് മറക്കണ്ട. അനാവശ്യമായ ദേഷ്യം പ്രകടിപ്പിക്കൽ, അനാവശ്യമായ ഇടപെടലുകൾ, വള്ളിപിടുത്തം, അനാവശ്യമായ ഈഗോ, അതുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് നിങ്ങളിൽ ആരെങ്കിലും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടേക്ക് എ ഡീപ് ബ്രെത്ത്, റിലാക്സ്, തിങ്ക് അബൌട്ട് യുവർ സെൽഫ്, പ്രാക്ടീസ്. മനുഷ്യന്മാരാണ്, പ്രാക്ടീസ് ചെയ്യുക. ശാന്തതയുടെ പാതയിലേക്ക് വരിക, ആവശ്യത്തിന് പ്രതികരിക്കുക, അത് മതി. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ സ്ഥിതി കണ്ടില്ലേ, വളരെ മോശമായിരിക്കും. ആൻറ്റി സോഷ്യൽ എന്നുള്ളൊരു പേരും കൂടിയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർത്തിയായി. പിന്നെ ഈ പറഞ്ഞ കൺസെൻ്റ് ഇല്ല, അതവർ പറയുന്നുണ്ട്, കൺസെൻ്റ് ഇല്ലാതെ വീഡിയോ എടുത്തു എന്നുള്ളത്. അത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. കൺസെൻ്റ് ഇല്ലാതെ വീഡിയോ എടുക്കുന്നത് തെറ്റാണ്. അത് ഇവരുടെ എന്നല്ല, ആരുടെ ആണെങ്കിലും കൺസെൻ്റ് ഇല്ലാതെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്, ചെയ്യുന്നത് മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. പക്ഷേ ആ ഒരു ആക്ടിലേക്ക് നയിച്ചത് ഇവരുടെ ഈ ഒരു ആക്ടിവിറ്റി തന്നെയാണ്. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് വലിയൊരു തെറ്റ് തന്നെയാണ്. ആ ലേഡിയുടെ ഭാഗത്തുനിന്നുണ്ടായത് വലിയൊരു തെറ്റ് തന്നെയാണ്. പിന്നെ അത് ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നത്, ആ ഒരു കൺസെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു ലെവലിലേക്ക് അവരതിനെ എത്തിച്ചത് ഇവരാണ് എന്ന് പറയേണ്ടി വരും. പിന്നെ അവരുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല. ഞാൻ പറയുന്നത്, അവർക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ മതി, എനിക്ക് ആ സമയത്ത് ദേഷ്യം വന്നു, എനിക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു, അത് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റാണ്, ഞാനത് ആ ദേഷ്യത്തിൻ്റെ പുറത്ത് ഇത് ചെയ്തു പോയി, ക്ഷമിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീത്തയും തെറിയും വിളിച്ചുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാർ തന്നെ അത് ഓക്കെ ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയും. പക്ഷെ അത് പറയാതെ അവിടെ ന്യായീകരിച്ചുകൊണ്ട് വേറെ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്താണ് കൂടുതൽ തലവേദനയാകുന്നത്. തെറ്റ് അക്സെപ്റ്റ് ചെയ്യാമെന്ന്, തെറ്റ് പറ്റും, മനുഷ്യരാണ്, തെറ്റ് പറ്റുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ തന്നെ നന്നായി മനുഷ്യൻ എന്നുള്ളതാണ് അർത്ഥം. അതൊക്കെ ഒരാളുടെ ക്വാളിറ്റി അല്ലേ. എൻ്റെ അപ്പൂപ്പനൊക്കെ പറയും, നമ്മൾ നല്ല രീതിയിൽ ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് അല്ല കാര്യം, നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് കാര്യം. അവിടെയാണ് നമ്മുടെ ഒരു ക്വാളിറ്റി വെളിയിലേക്ക് വരിക. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എത്ര ദേഷ്യമുള്ള ഒരാളാണെങ്കിലും ആ ദേഷ്യം പ്രകടിപ്പിക്കുന്ന സമയത്ത് ഒരു മര്യാദ കാണിക്കും ചില ആൾക്കാർ. പക്ഷേ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ ഇങ്ങോട്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിരുവിട്ടിട്ടുള്ള പെരുമാറ്റമായിരിക്കും. കൈ കിട്ടിയത് വെച്ചിട്ട് തലക്കടിക്കുക, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് അവിടെ ഒരു വല്ലാത്തൊരു ടോക്സിക് ആയിട്ടുള്ളൊരു സീൻ ക്രിയേറ്റ് ചെയ്യുക, മൂഡ് സ്പോയിലർ ആവുക, അല്ലെങ്കിൽ സിറ്റുവേഷൻ സ്പോയിലർ, മൊമെൻറ്റ് സ്പോയിലർ ആവുക, അങ്ങനെയൊക്കെ ഒരു ലെവലിലേക്ക് ചില ആൾക്കാർ പോകും. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ആളുകൾ, മനുഷ്യന്മാർ. ഇത് ഞാൻ ഈ ഒരു ടോപ്പിക്ക് കൊണ്ട് ഇതും കൂടി ജനറലി പറഞ്ഞു പോകാനുള്ളൊരു ഉദ്ദേശം കൂടിയിട്ട് ആക്ച്വലി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. എനിക്കറിയാം ഇത് വളരെ റോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, 14 മിനിറ്റായി. റോ ആയിട്ടാണ്, ലാഗ് വന്നിട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. ഐ എം സോറി. ബൈ ബൈ.